ആക്സലേഷൻ കൊടുക്കും ഫുൾ ത്രോട്ടിൽ കൂടെ. നമുക്ക് വേറൊരു ഫീച്ചറുണ്ട്, ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഡ്രൈവർ ഇൻ കേസ് ഔട്ട് ഓഫ് കൺട്രോൾ പോവുകയാണെങ്കിൽ നമുക്ക് കോ ഡ്രൈവർക്ക് ഇത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വണ്ടി കഴിഞ്ഞ് പോകും. ഞാൻ കണക്ട് ചെയ്യാം. ബ്രോഡ് കണക്റ്റഡ് ആണോ ഓൾറെഡി? കുഴപ്പമില്ല. ഇതാണോ? അതെ, വയർലെസ് വരുന്നുണ്ടോ? വയർലെസ്. ഇൻഫർടൈൻമെന്റ് സ്ക്രീനൊക്കെ എത്രയാണ് വരുന്നത്? 10.2 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ. വോളിയം നോബായിട്ട് ഇവിടെയും ചെയ്യാം. ഓ ശരി. അതേപോലെ സ്റ്റിയറിംഗ് അടിഭാഗത്ത് കൺട്രോൾ വരുന്നുണ്ട് അവിടെ. ഓ ഇതിന്റെ ബാക്ക് സൈഡ് ആയിട്ട്. അതെ, റൈറ്റ് സൈഡിലുള്ളത് ഫുള്ള് ഇതെന്തിന്റെയാണ്? വോളിയത്തിന്റെ. ഇത് മോഡ് ചേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് സോങ് ഒരു മോഡ്, അതായത് FM ബ്ലൂടൂത്ത് അങ്ങനെ മാറ്റും. ഞാൻ നേരത്തെ ഇങ്ങനെ നോക്കി, എന്നിട്ട് ഞാൻ വെച്ചാൽ ഇനി പാഡിൽസിന്റെ ആണോ നേരത്തെ. പാഡിൽ ഷിഫ്റ്റും വരുന്നില്ല, പിന്നെ ഓരോരോ മോഡ്സ് നേരത്തെ ചോദിച്ചില്ല, അതും വരുന്നില്ല. ഓ ശരി ശരി. ഈ സാൻഡ് സ്നോ മഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടെറൈൻ മോഡ്സ് ആണ്. 4 വീലിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ഇപ്പൊ സാൻഡ് മഡ് ഇട്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് സ്ക്രീനിൽ അതിന്റെ ആ ഒരു ഇത് കാണിക്കും. ശരി ശരി, അതായി എന്നുള്ളത്. നോർമലി 4 വീൽ ലോക്ക് ഇപ്പൊ അന്നേരം മോഡ് മാറ്റിയപ്പോ തന്നെ വന്നേ. നമ്മൾ സാൻഡ് ഇട്ടപ്പോഴത്തേന് 4 വീൽ ലോക്കായി, 4 വീൽ എനേബിൾ ആയി, ഓട്ടോമാറ്റിക് ചെയ്തോളൂ. ഡിസേബിൾ ആവല്ലേ? നമ്മളിപ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യം, ജസ്റ്റ് ആ മോഡിലോട്ട് മാത്രം സ്വിച്ച് ചെയ്താൽ മതി. ഓക്കെ. സൗണ്ട് കൊള്ളാം. വയർലെസ് ചാർജർ വരുമല്ലേ? LED ഗുണം എന്ന് പറഞ്ഞാൽ റീച്ച് കൂടുതലായിരിക്കും, ലൈറ്റ് സ്കാറ്ററിംഗ് കുറവായിരിക്കും.
കാല് കൊടുത്തു ആക്സലേഷൻ കൊടുത്തു ഫുൾ ത്രോട്ടിൽ പോട്ടെ. നമുക്ക് വേറൊരു ഫീച്ചറുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഡ്രൈവർ ഇൻ കേസ് ഔട്ട് ഓഫ് കൺട്രോൾ പോവുകയാണെങ്കിൽ നമുക്ക് കോ ഡ്രൈവർക്ക് ഇത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വണ്ടി കഴിഞ്ഞ് പോകില്ല. നമുക്ക് അത് ആക്ച്വലി അത് എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ഹാൻഡ് ബ്രേക്ക് ആണ് വെച്ചത്. പക്ഷെ നോർമലി ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി ഇതാവില്ല, സ്പീഡ് ആവില്ല. ഇത് 4 ABS ചാനൽസ് വരുന്നുണ്ട്, 4 ഡിസ്ക് ബ്രേക്സും കൂടെ ആണ്. എന്നാൽ വണ്ടി നല്ല സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ ഡ്രൈവർ ഒന്ന് അലേർട്ട് ആവും ഉറക്കമൊക്കെ വരുന്ന സമയത്തൊക്കെ. ഇപ്പോഴത്തെ ഓവർലാൻഡ് വണ്ടികൾക്ക് മെറിഡിയനകത്ത് അഡാസ് വരുന്നത് കൊണ്ട് ഡ്രൈവർ ഈ ഡ്രോസിനസ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ അഡാസ് വരുന്ന സമയത്ത് തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലെയിൻ ചേഞ്ച് അസിസ്റ്റ് എല്ലാം വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിങ് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, നമുക്ക് വണ്ടിക്ക് നമ്മുടെ മൊബൈൽ ആപ്പ് യു കണക്റ്റുള്ള ആപ്പ് വെച്ചിട്ടാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എസിയുടെ കൺട്രോൾസ്, സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുപോലെ സർവീസ് ടൈം, അതേപോലെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് മേക്ക് ചെയ്യാം. ഓഡോമീറ്റർ റീഡിങ് കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ വണ്ടിയുടെ ട്രാക്കിംഗ്, ലൊക്കേഷൻ, ജിയോ ഫെൻസിങ് എല്ലാം അവൈലബിൾ ആണ്. നേരത്തെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ അതെല്ലാം അവൈലബിൾ ആണ്. അത് മെറിഡിയന് മാത്രമാണ്, ഓവർലാൻഡ് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ, അഡാസ് ഉള്ള മോഡലിന് മാത്രമേ ഉള്ളൂ. നല്ല സ്റ്റെബിലിറ്റി ആണ് വണ്ടി. ഈ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് വണ്ടി ഒരുപാട് എന്താ പറയുക, ബോഡി റോഡ് വരില്ല, ഓൺ ട്രാക്കിൽ തന്നെ നിന്ന് പോകും. കസ്റ്റമർ കംഫർട്ട് മീൻസ് പാസഞ്ചർ കംഫർട്ട് കൂടുതലായിരിക്കും. ലെഫ്റ്റ് പോയാൽ നിങ്ങളുടെ ഷോറൂം എത്താൻ പറ്റുമോ? പക്ഷെ റെയിൽവേ ക്രോസ് ഈ സമയത്ത് ട്രെയിൻ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ട്രപ്പ് ആവില്ലേ? അതിനെക്കാട് നല്ലത് ഇങ്ങനെ പോകുന്നത്. ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി അറിയാം നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടെ തട്ടി ഇവിടെ തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടി അരികാരോ നില്ലേ വിഴിയൊന്നു തിളങ്ങിയില്ലേ. ടോപ്പ് ഗിയറിലോട്ട് പോകുമ്പോൾ ഇതിന് പെർഫോമൻസ് കൂടി വരും. നല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരും. എങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം സ്പീഡിൽ കയറി കഴിയുമ്പോഴത്തേക്കിന്, അതിപ്പോൾ ടോപ്പ് ഗിയറിലൊക്കെ അത് 4 to 4 ഗിയർ കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു ലാഗ് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഗിയറിന്റെ ഇൻഡിക്കേഷൻ ഒന്നും കാണിക്കത്തില്ല, നമ്മൾ ട്രിപ്ട്രോണിക് അതായത് സൈഡിലോട്ട് ആക്കിയാൽ മാത്രം ഏത് ഇൻഡിക്കേഷൻ ആണെന്ന് കാണിക്കും. നമുക്ക് മാനുവലി ഗിയർ ഓപ്പറേറ്റ് ചെയ്യാം. മൈനസ് ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കോളും. പ്ലസ് മാത്രം ആ ടൈമിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം ഹോൾഡ് ചെയ്യില്ല. സൂപ്പർ ബ്ലോക്ക് ആണ്. ഇതിന്റെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. മേളിൽ കൂടെ പോകാതെ ഇടത്തോട്ട് പോകാൻ. അവിടെ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നല്ലോ. പക്ഷെ ഈ ബാക്കിലുള്ള സ്വിച്ച് യൂസ് ചെയ്ത് വന്നപ്പോ രസമുണ്ട്. നമുക്ക് കണ്ണ് കൊണ്ടുപോകേണ്ട കാര്യം വരുന്നില്ല. നടുക്കത്തെ ബട്ടൺ മ്യൂട്ടാണ്. വണ്ടി നിന്ന് ഓടിച്ച് ഇതായി കഴിഞ്ഞാൽ രസമാണ്. നമുക്കൊരു ഡ്രില്ല് തോന്നുന്ന ടൈപ്പാണ്. അതെ അതെ.
പക്ഷെ എനിക്കത് നിങ്ങള് പാഡിൽ ഷിഫ്റ്റ് കൊണ്ടു കഴിഞ്ഞാൽ അത് പണി കാണും. നിർത്തിയിട്ടേക്കോ? ഇനി പോവാം. ഞാൻ വിചാരിച്ചോളൂ ഇങ്ങനെ പോകും. ഇത് സൂക്ഷ്മദർശി. ഇത് തിരിച്ചു വിളിക്കാം. ടെസ്റ്റ് ഡ്രൈവ് ആണ്. ഈ രണ്ട് ബട്ടൺസ് ഉപയോഗിച്ച് നമുക്ക് സോൺ അഡ്ജസ്റ്റ് ചെയ്യാം. ടെമ്പറേച്ചർ കോർണർ ചെയ്യാം, ബട്ട് ടച്ച് ആയിട്ടും ചെയ്യാം. സിങ്ക് ചെയ്യണമെങ്കിലോ സംഭവം തമ്മിൽ സിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ച് ആയിട്ട് ചെയ്തിട്ട് ഇവിടെ സിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആണ് ഇത്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൂടുന്നതനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൂടി വരും. ഈ സ്ക്രീൻ ഓഫ് ഇതെന്താ മൊത്തത്തിൽ സ്ക്രീൻ ഓഫ് ആവും. നൈറ്റ് ഒക്കെ പോകുമ്പോൾ നമുക്ക് വെട്ടം അങ്ങനെ ചെയ്യാം. ഫുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫുൾ ഓഫ് ചെയ്യാം. റെസ്പോൺസീവ് നല്ലതാണ്. ടച്ച് ആണെങ്കിൽ എല്ലാം 6 GB RAM ആണ് വരുന്നത്. ആ പാലം കണ്ടോ, അതിലെ കയറി കണ്ടോ, ആ കാറ് പോയില്ലേ, അങ്ങനെ പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പോകും. പിന്നെ നമ്മൾ ആ ചാക്കി കിടക്കിയിട്ട് വരും. ഇവിടെ ബ്ലോക്ക് വരും. നമ്മുടെ ഇനി യൂട്ടേൺ അടിക്കണം, അപ്പുറത്തെ സർവീസ് കൂടി പോകണ്ടേ നമ്മള്. അപ്പൊ അങ്ങനെ ഒരു ഇത് വരും. നോക്കാം. എനിക്ക് ഇത് അറിയാവുന്നവർ മാത്രം എടുക്കുന്ന റൂട്ടാന്ന് തോന്നുന്നല്ലേ. അതെ.
ലെഫ്റ്റ് ആവും. ഓക്കെ. ലെഫ്റ്റ് പോയിട്ട് അങ്ങ് അവിടുന്ന് യൂ ടേൺ എടുത്ത് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന്. ഓക്കെ. പഴുതിലൂടെ തടവുകിലൊരു ശകലമുള്ളിന് പതറുകിലൊരു ചുവടിലും നീ വാർത്തെടുത്തുക ചായതയുടെ പൂച്ചയുടെ വാക്കിലും ഇന്നു നാല് നീക്കിലും ഇരുന്നിറങ്ങു വെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതനിയാവുകില്ലൊരിക്കലും. തിരിച്ചു ഞാൻ നടന്നു തുടങ്ങി ഇനി യാത്ര വിജയത്തിൽ പിറകെ. വിരാമം കനവുകൾക്കിതെന്തു ഭാരമെങ്കിലും ഞാൻ സഞ്ചരിക്കും അതിർത്തിയല്ലി അന്ധകാരം നെഞ്ചിൽ പിടിച്ചു തലത്താറും